ഹായ് മാം. ഹലോ. ഞാൻ കർണൻ സിനിമയുടെ ഈ ദാക്ഷായണി തങ്കച്ചി എന്നൊരു കഥാപാത്രത്തിന് ഇത്രയും ജീവൻ നൽകി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ കഥാപാത്രത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? ആദ്യം തന്നെ ഞാൻ പ്രേക്ഷകർക്ക് ഒരു നന്ദി പറഞ്ഞോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കർണൻ എന്ന സിനിമ പ്രോത്സാഹിപ്പിച്ചതിനും ഒട്ടേറെ പ്രേക്ഷകർ, അതായത് 32 ലക്ഷം പേര് ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കൂടാതെ തന്നെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഞാൻ കർണൻ 2 അത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എടുക്കാൻ ഞങ്ങൾ ഒട്ടേറെ ശ്രമിക്കുന്നുണ്ട്. അത് നന്നായി വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള എല്ലാ ചേരുവകളും ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. സംവിധായിക എന്നുള്ള രീതിയിലും ആക്ട്രസ് ആയിട്ട് നിൽക്കുകയും വേണം. ഒരേ സമയം സംവിധാനം ചെയ്യണം, അറ്റ് ദ സെയിം ടൈം ക്യാമറയുടെ മുന്നിൽ ഇത് ചെയ്യണം. അതെങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? വളരെ എൻജോയബിൾ ടാസ്ക് ആണ്. ഒന്ന്, ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് സംവിധാനത്തിലേക്ക് കടന്ന വ്യക്തിയാണ്. അപ്പോൾ 2 തലങ്ങളും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ടീം, ഞാൻ കർണൻ 2ാം ഭാഗത്തിൻ്റെ ടീം, 1ാം ഭാഗത്തിൻ്റെയും 2ാം ഭാഗത്തിൻ്റെയും നല്ലൊരു ടീം ഫോം ചെയ്തിരുന്നു. അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകളാണ്. എല്ലാം നന്നായി പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കിയെല്ലാം കണ്ട് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. ഓക്കെ, ഈ കോ ആക്ടേഴ്സിന്റെ ഭാഗത്ത് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? കാരണം ഒരു വില്ലത്തി എന്ന് പറഞ്ഞല്ലോ റോള്. അപ്പൊ ആ വില്ലത്തി റോള് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും വളരെ പ്രാധാന്യമുണ്ട്. അതെങ്ങനെയായിരുന്നു? എല്ലാ കോ ആക്ടേഴ്സും വളരെയേറെ സഹകരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ഈ ഒരു ദാക്ഷായണി തങ്കച്ചിയോട് അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും അവരും ചേർക്കുന്നുണ്ട്. കാരണം പിടിച്ചു നിൽക്കണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാനും അവരിൽ നിന്നും കുറെ പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ബേസിക്കലി. ആക്ച്വലി യു കെയിം ഫ്രം ബിഗ് സ്ക്രീൻ. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു ആളാണ്, വ്യക്തിയാണ്. അപ്പോൾ ആസ് എൻ ആക്ട്രസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഇത് ആളുകളിലേക്ക് കൊടുക്കാനും അതുപോലെ തന്നെ സ്വയമായിട്ട് അഭിനയിക്കാനും? ആസ് എൻ ആക്ട്രസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് വെറ്ററൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അതൊരു വലിയ ഭാഗ്യമാണ്. അത് കൂടാതെ തന്നെ സംവിധാനം പഠിച്ചു. അതിലേറെ രാംറാവു സാറൊക്കെ ആയിരുന്നു എൻ്റെ ഗുരു. അപ്പം അതിലേറെ ഒരുപാട് അവരിൽ നിന്ന് നേടിയ കുറേ കാര്യങ്ങളുണ്ട്, കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അതൊക്കെ പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അഭിനേതാവ് എന്ന രീതിയിൽ എല്ലാം വിശകലനം ചെയ്യാനും എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്. എല്ലാം ദൈവകടാക്ഷം. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ സിനിമയുടെ പ്രൊഡ്യൂസറും മെയിൻ ആക്ടറും കൂടെ ആയിട്ടുള്ള പ്രദീപ് രാജ് സാറാണല്ലോ മാമിന്റെ പാർട്ട്ണർ. അപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ്, ലൈഫിലെ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രോജക്ട്സിൽ ഹെൽപ്പ് ചെയ്യുന്നത് കൂടെ പറയാം. പ്രദീപ് രാജ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് കുടുംബം. പ്രൊഫഷനോടൊപ്പം കുടുംബവും ഒരേ തുലനത്തിൽ കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസമുള്ള കാര്യം. പക്ഷേ ഇവിടെയാണ് ബെറ്റർ ഹാഫിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റോള്. വളരെയേറെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിലെ കലാകാരിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹവും തികഞ്ഞൊരു കലാകാരനാണ്. നന്നായി പാടും, നന്നായി അഭിനയിക്കും, അത്യാവശ്യം നന്നായി എഴുതും. ആള് ബോൺ ആൻഡ് ബോട്ടപ്പ് ബോംബെയിലാണെങ്കിലും അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് പ്ലേസൊക്കെ വളരെ നന്നായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ എൻ്റെ സംവിധാന മോഹവും സംവിധാനത്തിലുള്ള കഴിവുകളും എല്ലാം കണ്ടറിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ഞങ്ങൾ രൂപം കൊള്ളുകയും എന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി, ശ്രീയ ക്രിയേഷൻസ് അങ്ങനെയാണ് രൂപപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ഞാനൊരു അമ്മ കൂടെയാണ്. അപ്പം എല്ലാ രീതിയിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരാൻ ഒരു സംവിധായിക എന്ന് പറഞ്ഞ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു വലിയൊരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് കൂടിയാണ് ഉള്ളത്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് മാം ഫോർ ദിസ് പ്രോജക്ട് ഓൾസോ. കാരണം ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം ഞാനും കണ്ടിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ആ എൻഡിങ്ങും. എനിക്ക് തോന്നുന്നു ഇതിനും മറ്റൊരു ക്ലൈമാക്സ് വളരെ തീർച്ചയായിട്ടും ഒരുപാട് സസ്പെൻസും ഒരുപാട് സൈക്കോളജിക്കൽ വിശകലനവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ പ്രാവശ്യം. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും സസ്പെൻസ് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എല്ലാവരും പടം കാണണം, വിലയിരുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ 1ാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്.